ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് 9ാം ദിവസവും ശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ജോർദാനിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള ആദരാഞ്ജലി ആയിരുന്നു ആക്രമണത്തിന് പിന്നിലെന്ന് ട്രംപ്. ടെഹ്റാനിലെ IRGCയുടെ നിർണായക കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം തകർത്തു. ഹോർമുസിലെ ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധവും US തുടരുകയാണ്. ഐസൻ ജോസാണ്. ഐസൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യ സുരേഷ്, നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ഒരു വിശദീകരണം ഇപ്പോൾ നൽകുന്നത് ട്രംപിൻ്റെ ഒരു വിശദീകരണം വന്നിരിക്കുകയാണ്. ട്രംപ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ജോർദാനിൽ നടന്ന ആക്രമണവും അതുപോലെ തന്നെ ഇറാഖിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ 3 സൈനികർ വീരമൃത്യു വരിച്ച ഒരു സാഹചര്യമുണ്ട് US സെൻട്രൽ കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് വേണ്ടിയുള്ള ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നത് കൂടിയായിരുന്നു ഇന്നലെ നടന്ന ആക്രമണം എന്നാണ് വിശദീകരിച്ചത്. IRGCയുടെ കേന്ദ്രങ്ങൾ, IRGCയുടെ ഒരു ആസ്ഥാനം സറല്ല എന്ന് പറയുന്ന പ്രദേശത്തെ IRGCയുടെ ഈ ടെഹ്റാൻ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രതിരോധം ഉറപ്പാക്കുന്നതിനുമായി സ്ഥാപിച്ച സംവിധാനത്തിൻ്റെ പൂർണ്ണമായ നാശമാണ് അമേരിക്കയുടെ ആക്രമണത്തിലുണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വൻതോതിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശമാകെ കത്തി നശിച്ച ഒരു സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാനും സാധിക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ ആക്രമണം IRGCയുടെ ഒരു മേഖല ആസ്ഥാനത്ത് പൂർണ്ണമായി നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു മേഖലകളിലും ശക്തമായ ആക്രമണം, അതായത് ഈ മിസൈൽ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഡ്രോൺ കേന്ദ്രങ്ങളിലുമാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണം നടത്തിയിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വിശദീകരണം എന്ന് പറയുന്നത് ഹോർമൂസിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈവശമാണ്. ഹോർമൂസിൽ മറ്റാരും കാര്യമായ ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യവുമില്ല എന്ന് വളരെ കൃത്യമായി ട്രംപ് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇറാൻ്റെ നിയന്ത്രണത്തിനപ്പുറം ഹോർമൂസിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നൊരു നിലപാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ, ഹോർമൂസിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ച ചില സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിൽ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഹോർമൂസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങളുടെ കൈവശമാണ് എന്ന് കൃത്യമായി അറിയിക്കുന്നുണ്ട് ട്രംപ്. അതുപോലെ തന്നെ മറ്റൊരു നിർണായക ഘടകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, ശക്തമായ ആക്രമണം ഇനിയും തുടരും. ഇനിയും ഇത്തരത്തിൽ മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഹോർമൂസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് 6 കപ്പലുകൾ തിരിച്ചയക്കുകയും ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു എന്നാണ്. അതായത് ഹോർമൂസിലൂടെ ഇറാൻ്റെ പോർട്ടിലേക്ക് കടന്നു വരുന്ന കപ്പലുകളെയാണ് US സെൻട്രൽ കമാൻഡ് ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ IRGCയെ സൈനികമായും സൈനിക ശേഷിയുടെ ഭാഗത്തും ശക്തമായ ആക്രമണം നടത്തി ദുർബലമാക്കുക, അതുപോലെ തന്നെ അവർക്ക് വരുമാനം ലഭിക്കുന്ന സാഹചര്യം, എണ്ണ കൊണ്ടുപോകുന്നതിലൂടെ, ഷാഡോ കപ്പലുകളിലൂടെ എണ്ണ കൊണ്ടുപോയി അതിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിലൂടെയാണ് IRGCയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ അത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നതിനെ ഇറാനിലെ പോർട്ടുകളിലേക്ക് കപ്പലുകൾ എത്തുന്നതോ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതോ ഉള്ള സാഹചര്യം പൂർണ്ണമായും തടയുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക. സുരേഷ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ.